ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് DVR, എന്താണ് NVR എന്ന് മനസ്സിലാക്കാം. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ DVR എന്താണെന്നും NVR എന്താണെന്നുള്ള ഡൗട്ട് ആദ്യമായിട്ട് ഒരു CCTV മേഖലയിലായിട്ട് വരുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആ ഒരു ഡിവൈസുകളും എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നതെന്നും മറ്റുള്ള ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് നമ്മളൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ CCTV പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റ് നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു CCTV സെറ്റപ്പ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്ത് ഈ കാണുന്നതാണ് DVR, അതായത് ഇതൊരു CP+ൻ്റെ DVR ആണ്. ഇതാണ് DVR, അതായത് പണ്ട് മുതൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് DVR ടെക്നോളജി. അപ്പോൾ ഇതൊരു CP+ൻ്റെ ഒരു DVR ആണ്. ഈ DVRൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോരോ പോർട്ടുകൾ കാണാം. ഇതിനകത്തൊരു 4 ചാനൽ DVR ആണ്. അപ്പോൾ ഒരു DVR നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ 4 ചാനലുകളാണ് ഉള്ളത്. 1, 2, 3, 4 ഈ 4 ചാനൽ, അതായത് 4 ക്യാമറ വരെ നമുക്ക് DVRൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓരോ ക്യാമറ കണക്ട് ചെയ്യാനും ആ ഒരു കേബിൾ കണക്ട് ചെയ്യാനായിട്ട് ഓരോ ചാനൽ ഇവിടെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 8 ചാനലാണെങ്കിൽ ഇതുപോലത്തെ ഒരു 8 പോർട്ടുകൾ ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 4 ചാനൽ ആയതുകൊണ്ട് 4 പോർട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഒരു 4 ചാനൽ DVR ആണ് ഈ കാണുന്നത്. ഇതൊരു എതർനെറ്റ് കൊടുക്കാനുള്ളൊരു പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ USB പോർട്ടുണ്ട്, അഡാപ്റ്റർ കൊടുക്കാനുള്ള പോർട്ടുകളുണ്ട്, HDMI പോർട്ടുണ്ട്, കണക്ട് ചെയ്യാനുള്ള HDMI, VGMI പോർട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു 4 പോർട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു 8 ചാനലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ക്യാമറകൾ വരെ കണക്ട് ചെയ്യാം. 8 ചാനലിലാണെങ്കിൽ 8 ക്യാമറ വരെ കണക്ട് ചെയ്യാം. ഇതൊരു 4 ചാനലിൻ്റെ ഒരു DVR ആണിത്. അപ്പോൾ ഇങ്ങനെ ആ DVRൻ്റെ ചാനൽ ഇങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് എത്ര ചാനൽ DVR ആണെന്നുള്ളത് ഇങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നമുക്ക് സീരിയൽ നമ്പറൊക്കെ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് എളുപ്പത്തിൽ ഒരു പുതിയൊരു ടെക്നീഷ്യനെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഓരോ ചാനലുകളും നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നത്, ഇപ്പോൾ ഈ ഓരോ ക്യാമറകളും ഓരോരോ ചാനലുകളിൽ വന്ന് കണക്ട് ചെയ്യും. അതാണ് DVRൻ്റെ പ്രത്യേകത. അതായത് എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഒരു കേബിൾ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യണം. ഈ ഒരു BNC കണക്ട് ചെയ്യാനുള്ള പോർട്ടാണത്. ആ പോർട്ട് BNC പിന്നെ കണക്ട് ചെയ്യാനുള്ള പോർട്ടിൽ തന്നെ കണക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഇതാണ് ഒരു DVR ക്യാമറയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ ഉണ്ടാവും, ഒരു BNC കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ടാവും. ഇതൊരു BNC കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണക്ടറാണിത്. അതുപോലെ തന്നെ ഒരു പവർ കൊടുക്കാനുള്ള ഒരു അഡാപ്റ്റർ കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ക്യാമറ വരുന്നത്, ഒരു DVR ക്യാമറ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് നോർമലി ഇതാണ് ഒരു 3+1 കേബിൾ എന്ന് പറയും. അതായത് ഇത് ഒരു കോയാക്സിൽ കേബിളാണ് 3+1 കേബിൾ എന്ന് പറയുന്നത്. അതിനകത്തൊരു വീഡിയോയും ഈ കാണുന്ന 3 വയറിൽ നമുക്ക് പവർ പ്ലസും മൈനസായിട്ട് പവർ കണക്ട് വിട്ടിട്ട് നമുക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു കോയാക്സിൽ കേബിൾ. DVRൽ നമ്മൾ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ കണക്ടേഴ്സ് ഇതുപോലത്തെ ഒരു കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഈ ഒരു കണക്ടറിൽ നമുക്ക് ഈ ഒരു BNC കണക്ടർ ഫിക്സ് ചെയ്യുകയും BNC കണക്ടർ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പവറിന് വേണ്ടിയിട്ട് ഒരു DC കണക്ടർ, ഇതിൻ്റെ പവർ കേബിളിൽ നമ്മളൊരു DC കണക്ടർ ഫിക്സ് ചെയ്ത് ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്യാമറയിൽ കണക്ട് ചെയ്യുന്നത്. ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ BNC കണക്ട് ചെയ്യാനായിട്ടുള്ളതും പവർ കണക്ട് ചെയ്യാനായിട്ടുള്ളതും, അതായത് DC പിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ട് ഈ ഒരു ക്യാമറയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 3+1 കേബിൾ ഉപയോഗിച്ച് തന്നെ വേണം നമുക്കൊരു DVR DVR സെറ്റപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു കേബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്യാമറ എൻഡിലെ പവറാണ് ഈ പറഞ്ഞത് നമ്മളിവിടെ BNC കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഒരു ഇതിനാണ് SMPS എന്ന് പറയുന്നത്, അതായത് പവർ സപ്ലൈ. നമുക്ക് ഈ ഒരു ക്യാമറയിലോട്ട്, അതായത് നമ്മളിവിടെ DVRൽ കൊടുക്കുന്ന ക്യാമറയിലോട്ട് കറണ്ട് വരുന്നത് ഈ വയറുകൾ നമുക്കിവിടെ പ്ലസും മൈനസിലും കണക്ട് ചെയ്തിട്ടാണ്. അതായത് ഈ SMPS വഴി പ്ലസും മൈനസും കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ക്യാമറയിലോട്ട് ആ ഒരു കണക്ടിവിറ്റി വരുന്നത്, ഒരു പവർ വരുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു BNC കണക്ട് ചെയ്ത് അതിൻ്റെ ഓഡിയോയും ഈ ഒരു ക്യാമറയിൽ വരും. അപ്പോൾ ഈ ഒരു കേബിളാണ് അത് മനസ്സിലാക്കുക. ഈ ഒരു കേബിൾ 3+1 കേബിളാണ് നമ്മൾ ഈ ഒരു DVR ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കേബിളും ഓരോ ചാനലിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു BNC ഒരു SMPS, അതായത് പവർ സപ്ലൈക്ക് ഒരു SMPS നമുക്ക് ആവശ്യമാണ്. അതിന് പുറമെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അതിവിടെ കാണിക്കുന്നില്ല, അത് ക്ലോസ്ഡ് ആണ്. ഹാർഡ് ഡിസ്കും നമുക്കിവിടെ എത്ര GB ആണോ വേണ്ടത്, എത്ര സ്റ്റോറേജ് ആണോ വേണ്ടത്, അതനുസരിച്ചിട്ടുള്ള എത്ര TB ഹാർഡ് ഡിസ്ക് ആയാലും നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് നമുക്ക് ഈ ഒരു DVRൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് കണക്ടിവിറ്റി കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു HDMI പോർട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്നാണ് നേരെ നമ്മൾ മോണിറ്ററിലോട്ട് കൊടുത്തിട്ട് അവർ വിഷ്വൽ സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ ഈ USBയിൽ നമുക്ക് ഈ USB പോർട്ടിൽ നമുക്ക് മൗസ് കുത്തി ആ ഒരു കണക്ടിവിറ്റിയും സാധ്യമാക്കാൻ സാധിക്കും. നോർമൽ പോലെ തന്നെ ആ ഒരു DVR വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കണക്ടിവിറ്റി നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു DVRൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓവറോൾ ഒരു DVRൽ വരുന്ന മെയിൻ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഒന്ന് ഈ DVRൻ്റെ ഈ ചാനൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ SMPSന് പുറമെ നമുക്ക് ആ ഒരു കേബിളിൻ്റെ ക്യാമറ
കേബിളിൽ കൂടെ ക്യാമറ കൊടുക്കുന്നത്. ഇതൊരു DVR ക്യാമറ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് DVRൽ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് വരുന്നതാണ് NVR. NVR കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ്. അതായത് DVRനെ അപേക്ഷിച്ച് ഇത്തിരി കൂടി കാണാൻ ഇതിന് ഭംഗി കൂടുതലും ഒക്കെ NVRനാണ്. NVRൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NVRൻ്റെ പുറകിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലത്തെ ഒരു പോർട്ടുകളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ NVRൻ്റെ പുറത്തുള്ളത്. പവറിൻ്റെ ഉണ്ട്, പിന്നെ ഒരു VGA കേബിൾ, HDMI, പിന്നെ USB. ഈ ഒരു ഒറ്റ ലാൻഡ് പോർട്ടേ പുറകിലുള്ളത്. ഇത് ലാൻഡ് പോർട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ പുറകിൽ നമുക്കൊരു ലാൻഡ് പോർട്ട് ഉണ്ട്. ഇത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലാൻഡ് പോർട്ടാണ്. പക്ഷേ ഇത് നമുക്കറിയാം ഈ ഒരു NVRലൊരു ലാൻഡ് പോർട്ടുണ്ട്. ഈ NVRലെ ലാൻഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ടിവിറ്റി NVRന് കൊടുക്കാൻ തന്നെയാണ്. അതായത് ഇതിനകത്തൊരു കേബിൾ, നേരെ ഒരു കേബിൾ നമ്മൾ വന്നിട്ട് നേരെ നമുക്ക് ഈ ഒരു NVR സെറ്റ് ചെയ്യുമ്പോൾ വേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് NVR ക്യാമറ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെയിറ്റുള്ള ക്യാമറയായിരിക്കും. പലതരത്തിലുള്ള ക്യാമറകളുണ്ട്. ഇതിനകത്ത് നമുക്ക് അവർ എതർനെറ്റ് കേബിൾ, അതായത് ഇൻ്റർനെറ്റ് കേബിൾ ഞാൻ കാണിച്ച പോലെ ഈ ഒരു ഇൻ്റർനെറ്റ് കേബിൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ NVR ചെയ്യുന്നത്. NVR ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്, എതർനെറ്റ് കേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയിലും ആ ഒരു എതർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ആ ഒരു പോർട്ട് അതിനകത്തുണ്ടാവും. IP ക്യാമറ എന്ന് പറയും. IP ക്യാമറയിലും ആ ഒരു പോർട്ട് അതിനകത്തുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇത് നെറ്റ്വർക്ക് ക്യാമറയാണ്. NVR എന്ന് പറഞ്ഞാൽ തന്നെ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ക്യാമറയാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേബിൾ നമ്മൾ ഈ നമ്മുടെ വീട്ടിലൊരു മോഡം ഉണ്ടെങ്കിൽ ആ മോഡത്തിൽ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് നേരെ ഒരു കേബിൾ നമ്മുടെ POE സ്വിച്ച് വരും. ഇതാണ് POE സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് NVRൽ. ഈ POE സ്വിച്ച് വെച്ചായിരിക്കും നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് പവർഡപ്പ് ചെയ്യുന്നത്. അതായത് DVRൽ നമ്മൾ ഈ ഒരു SMBS വെച്ചിട്ടാണ് ഈ ക്യാമറ പവർഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ NVRൽ വന്നിട്ട് നമുക്ക് പവർഡപ്പ് ചെയ്യുന്നത് ഈ ഒരു POE സ്വിച്ച് വെച്ചിട്ടാണ്. ഈ POE സ്വിച്ചിൽ നിന്ന് കേബിൾ നേരെ നമ്മൾ ഈ ഒരു ക്യാമറയിലോട്ട് കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഈ ക്യാമറ പവർഡപ്പ് ആവും. കാരണം ഈ ഒരു POE സ്വിച്ച്, ഈ ഒരു POE സ്വിച്ചിൽ പവറും കൊടുക്കും. അതായത് പവറും വരും. ഈ ഓരോ പോർട്ടുകളിൽ നിന്ന് നമുക്ക് പവറും കിട്ടും. നമുക്ക് ഈ ഓരോ പോർട്ടുകളിൽ നിന്ന് പവർ ഓട്ടോമാറ്റിക്കലി വരികയും ഇത് പവർഡപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു NVRൽ നിന്ന് നേരിട്ടൊരു കണക്ഷൻ ഈ ഒരു POE സ്വിച്ചിൽ കൊടുത്താലും മതി. അപ്ലിങ്കിൽ കൊടുക്കാം. എന്നിട്ട് അപ്ലിങ്കിൽ എന്ന് പറഞ്ഞാൽ നേരെ മോഡത്തിലോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബാക്കി വരുന്ന ഈ ലാൻഡ് പോർട്ടുകളിലെല്ലാം ഓരോരോ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഓരോരോ ക്യാമറകളിലോട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ക്യാമറ അപ്പാവും. അപ്പോൾ ഇതിന് ക്ലാരിറ്റി വളരെ നല്ല ക്ലാരിറ്റി ആയിരിക്കും നെറ്റ്വർക്ക് ക്യാമറകൾക്ക് വരുന്നത്. അടുത്തൊരു ജനറേഷൻ മുഴുവൻ ഈ ഒരു നെറ്റ്വർക്ക് ക്യാമറകളായിരിക്കുള്ളൂ, NVRകളായിരിക്കുള്ളൂ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാലും NVR തന്നെയാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. കാരണം അതിന് POE സ്വിച്ചൊക്കെ വരുന്നതുകൊണ്ടാണ് അവർ എക്സ്പെൻസീവായിട്ട് വരുന്നത്. ഇതൊരു POE സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണാം, ഇതിനകത്തൊരു 4 പോർട്ട് POE സ്വിച്ചാണ്. 2 അപ്ലിങ്കും 4 ഔട്ടാണുള്ളത്. അപ്പോൾ ഈ 4 ഔട്ടിലും ഈ പവർ നമുക്ക് സപ്ലൈ കിട്ടും. അതായത് ഈ ഒരു സ്വിച്ചിൽ നമ്മളൊരു കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേബിൾ കണക്ട് ചെയ്താൽ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കേബിൾ ഇവിടെ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു കേബിൾ കണക്ട് ചെയ്ത് ഈ ഒരു കേബിൾ നമ്മൾ ക്യാമറയിൽ കൊടുത്താൽ ഇപ്പോൾ നമുക്കിവിടെ ഈ ക്യാമറയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ ഒരു ക്യാമറയെ പവർഡപ്പ് ആക്കാനായിട്ട്, ഇപ്പോൾ ക്യാമറയെ നമുക്ക് പവർഡപ്പ് ആക്കാനായിട്ട് ഈ ഒരു POE സ്വിച്ച് മതി. ആ ഒരു POE സ്വിച്ചിൽ തന്നെ നമുക്കത് പവർഡപ്പായി കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്യാമറയിലെ കണക്ട് ഇതിപ്പോൾ ഞാനിവിടെ പവർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതല്ല, ഈ സ്വിച്ചിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ കേബിൾ നേരെ ഈ ഒരു ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ പവർഡപ്പ് ആവും. ഇപ്പോൾ ഇതിവിടെ ഞാനൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കണക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് കാണിച്ചാണ് ഇതൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് വരും. NVRൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് വരും. POE സ്വിച്ചിന് പുറമെ തന്നെ ഈ NVRന് പുറമെ ഹാർഡ് ഡിസ്ക് വരും. പിന്നെ അതുപോലെ തന്നെ എല്ലാ കേബിളുകളും, അതായത് ഈ ക്യാമറയിൽ നിന്ന് വരുന്ന എല്ലാ കേബിളുകളും നേരെ നമ്മുടെ NVRലോട്ട് വരണം എന്നില്ല. നേരെ ഈ സ്വിച്ചിലോട്ട് വന്നാൽ മതി. ഈ സ്വിച്ചിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കേബിൾ വെച്ചിട്ട് വേറെ സ്വിച്ച് വെച്ചിട്ട് ആ സ്വിച്ചിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. അതായത് ഓരോ കേബിളുകളും നേരിട്ട് NVR വരണമെന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് നേരെ സ്വിച്ചിലോട്ട് വന്നാൽ മതി. സ്വിച്ചിലോട്ട് വന്നതിന് ശേഷം ഈ കേബിളിൽ ഒരെണ്ണം നമുക്ക് ഈ ഒരു NVRലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ NVR നെറ്റ്വർക്കിലോട്ട് ആയി കിട്ടും. അതിന് ശേഷം നമുക്ക് എത്ര ക്യാമറ ഉണ്ടോ അത്ര ക്യാമറകളെല്ലാം അപ്പ് ചെയ്യാനായിട്ട് NVRൽ സാധിക്കും. ഇത് DVR ആണ്. DVRൽ നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ എല്ലാ കേബിളുകളും ഇതിനകത്തോട്ട് വരണം തന്നെ വേണം. അതിന് പുറമെ ഈ ഒരു 3+1 കേബിളാണ് DVRന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ RJ45 കേബിളാണ്. അതായത് ലാൻഡ് കേബിൾ, ഇൻ്റർനെറ്റിൻ്റെ കേബിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ക്യാമറയിൽ വ്യത്യാസം ഒന്നുമില്ല. ക്യാമറയൊക്കെ കാണാൻ ഒരുപോലെ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നെ ഇതിനകത്ത് RJ45 നെറ്റ്വർക്ക് കുത്താനായിട്ടുള്ള ഒരു പോർട്ടായിരിക്കും ഈ ഒരു IP ക്യാമറയിൽ കാണുന്നത്. എന്നാൽ ഇതിനകത്ത് അവർ BNC കണക്ട് ചെയ്യാനുള്ള കേബിളുകളായിരിക്കും. BNC കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും അതുപോലെ DC പവേർഡ് കൊടുക്കാനുള്ള DC കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുമാണ് ഈ ഒരു DVR ക്യാമറയിൽ ഉണ്ടാകുന്നത്.
അപ്പോൾ ഇത് രണ്ടുമാണ് DVR NVR തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷനും മറ്റും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ എല്ലാ ഫുൾ കോൺഫിഗറേഷൻ വീഡിയോസും എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.